നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. നാം കഴിഞ്ഞ 55ഓളം ക്ലാസ്സുകൾ നാം പിന്നിട്ട് കഴിഞ്ഞു. ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ലഭിച്ച എല്ലാ സന്ദേശങ്ങളും എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്തു, അത് ക്രിസ്തീയ ജീവിതം എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞു, തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ എടുക്കാൻ കഴിഞ്ഞു എന്ന് ദൈവവും നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ഇന്ന് നാം ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ഒന്നുകൂടെ ഞാനൊരു അതിൻ്റെ റിവ്യൂസ് എടുത്ത് പോവുകയാണ്. 20ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ വായിക്കുക. തൻ്റെ മറുപടി സ്വയത്തിൽ നിന്ന് ആയിരുന്നില്ല, തൻ്റെ മറുപടി നിയോഗത്തിൽ നിന്നായിരുന്നു. ശത്രുക്കൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ നമ്മുടെ മസിൽ ബലമല്ല അവിടെ വെളിപ്പെടുത്തേണ്ടത്, നമ്മുടെ കാര്യശേഷിയല്ല അവിടെ വെളിപ്പെടുത്തേണ്ടത്, നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ മിടുക്കൊന്നുമല്ല അവിടെ വെളിപ്പെടുത്തേണ്ടത്. അവിടെ വെളിപ്പെടുത്തേണ്ടത് പ്രാർത്ഥനാമുറിയിൽ ലഭിച്ച ദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മറുപടി നൽകുകയാണ്. നാം ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളിൽ ചിന്തിച്ചു വന്നത് നെഹമ്യാവിന് ലഭിച്ചതായ ദർശനം, ആ ദർശനത്തിന് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തനിക്കുണ്ടായിരുന്നു. യെരുശലേമിൽ ചെയ്യുവാനായിട്ട് തൻ്റെ ഉള്ളിൽ നൽകിയ നിയോഗം അതിലുപണിയായിരുന്നു എന്ന് നാം ഒരുപാട് പ്രാവശ്യം കേൾക്കുകയാണ്. ആ തൻ്റെ നിയോഗത്തെ സാക്ഷാത്കരിക്കാനായി താൻ കണ്ടെത്തിയ അതിശ്രേഷ്ഠമായ മാർഗം ദൈവസന്നിധിയാണ്. തനിക്ക് ലഭിച്ച നിയോഗത്തിന് താൻ നേടിയെടുത്ത ദൈവകൃപ ദൈവസന്നിധിയിൽ നിന്നായിരുന്നു. ദർശനം അനേകർ പ്രാപിക്കാറുണ്ട്, പക്ഷേ ആ ദർശനത്തോട് താദാത്മ്യപ്പെടുവാനും അതിനായി സമർപ്പിപ്പാനും പലർക്കും കഴിയാത്തത് കൊണ്ടാണ് ദർശനം പ്രാപിച്ചിട്ടും അനേകരുടെ ജീവിതത്തിൽ റിസൾട്ട് ഇല്ലാതെ പോകും. ദർശനം വിജയത്തിൽ എത്തേണ്ടതിന് വളരെ വില കൊടുക്കണം ദൈവമക്കളെ. നെഹമ്യാവ് അതാണ് ചെയ്തത്. താൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അതിനോട് പ്രതികരിപ്പാനിടയായി. അങ്ങനെയാണ് താൻ ജെറുസലേമിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നാം മനസ്സിലാക്കി. ഓർത്തിരിക്കുക, വിഷൻ, ദർശനം. രണ്ടാമത്തത് നാം ചിന്തിച്ചു തൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. തൻ്റെ ബേർഡൻ, താൻ നേരിടാൻ പോകുന്ന ഉത്തരവാദിത്വങ്ങളും അതിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ ഭാരങ്ങളും താൻ പ്രാർത്ഥനയിലൂടെ കൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങോട്ട് പങ്കുവയ്ക്കാനിടയായി. ഈ വിഷൻ ഉള്ളവർക്ക് മാത്രമേ ബേർഡൻ ഉള്ളൂ. ആത്മഭാരമുള്ളവർക്ക് മാത്രമേ കാഴ്ചപ്പാടുള്ളൂ. അവർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. അവർക്ക് മാത്രമേ നിയോഗമുള്ളൂ. ഉദരത്തിൽ ശിശുവില്ലാത്ത സ്ത്രീക്ക് ഒരിക്കലും പ്രസവവേദന വരത്തില്ല. ആത്മഭാരം ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ മനസ്സസ്വസ്ഥമാകും, ഉറക്കം ശരിയാകത്തില്ല. നിങ്ങളെ സുഖകരമായി ഉറക്കുന്നതാണ് നിങ്ങളുടെ ദർശനമെങ്കിൽ സൂക്ഷിക്കണം. പക്ഷെ ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടുകൂടി, അതേ കിതയ്ക്കുന്ന മനസ്സോടുകൂടി, കുതിരയുടെ കുഞ്ചുരോമം എഴുന്നേൽക്കുന്നത് പോലെ, കാഹള ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ഒരു ദാഹമുള്ള, എരിവുള്ള, ശുഷ്കാന്തിയുള്ള, വെപ്രാളമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേഹൂ പറഞ്ഞതുപോലെ യഹോവയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ശുഷ്കാന്തി വന്നു കാണുക എന്ന് പറയത്തക്കവണ്ണം നമ്മളിൽ നിന്ന് ആ ശുഷ്കാന്തി ഉയർന്നു വരും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് നെഹമ്യാവിന്റെ പ്രയർ ലൈഫാണ്. തൻ്റെ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ട് ചെന്ന് പങ്കുവയ്ക്കുകയും അതിന് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പരിശുദ്ധാത്മ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് തൻ്റെ പ്ലാനിങ് ആയിരുന്നു. നെഹമ്യ എന്ന് പറയുന്നത്, നെഹമ്യ വാസ് എ
വെരി ബെസ്റ്റ് പ്ലാനർ ആയിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. നമുക്ക് തികച്ചും ഒരു പ്ലാനിങ് വിഷൻ ഉള്ളവർക്ക് പ്രാർത്ഥന കാണും, പ്രാർത്ഥനാ ജീവിതമുള്ളവർക്ക് പ്ലാനിങ് കാണും. സ്തോത്രം. നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കണം. നമ്പർ 1 വിഷൻ, 2 പ്രയർ, 3 പ്ലാനിങ്. അപ്പോൾ ദർശനം ഉള്ളവന് മാത്രമേ പ്രയർ ലൈഫിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ, ഫാസ്റ്റിങ്ങിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ചില ദേശത്തിലെ ഭൂതശക്തികൾ വിട്ടുപോകത്തില്ല. എന്താ കാരണം? ഫാസ്റ്റ് ചെയ്യാൻ അവിടെ ആളില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. നിങ്ങൾക്കറിയാലോ, 12 പേർക്കും കർത്താവ് അധികാരം കൊടുത്തതാണ്. അവരോട് പറഞ്ഞു, ഗോ ആൻഡ് ഹീൽ ദ സീ, കാസ്റ്റ് ദ ഡീമൻസ്, റൈസ് ദ ഡെഡ്. കർത്താവ് പറഞ്ഞു കൊടുത്തതാണ്. അവർ റിപ്പോർട്ടും വന്നു കൊടുത്തു, യെസ് ലോ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. പക്ഷേ ഇതാ തീ കാണുമ്പോൾ എടുത്തിയാടുന്ന രോഗം, വെള്ളം കാണുമ്പോൾ എടുത്തിയാടുന്ന രോഗം, ആ പിതാവ് മാതാവ് എത്രമാത്രം പെയിനിലൂടെ കടന്നു പോകുന്നു. ഇവരുടെ ഹീലിംഗ് മിനിസ്ട്രിയെ കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് അവർ ഓടി ഇവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അന്നേരം താഴെ 9 പേരുണ്ട്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി കർത്താവ് ഇതാ മറുരൂപ മലയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഏലിയാവും മോശയും സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ 9 ഹീലിംഗ് മിനിസ്ട്രി ഉള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ വരം പ്രാപിച്ചവർ അവിടെ നിൽക്കുകയാണ്. അവിടെ അരികിൽ കൊണ്ടു ചെന്നപ്പോൾ നമ്മൾ എന്താ വായിക്കുന്നതെന്ന് അറിയാലോ, അവർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല എന്ന് വായിക്കും. സഹോദരങ്ങളെ, വരം ലഭിച്ചവരായിരുന്നില്ലേ? ഒരിക്കൽ അവരുടെ ശുശ്രൂഷയാൽ അശുദ്ധാത്മാ വിട്ടുപോയതല്ലേ? എന്റെ ഇപ്പോൾ ദൈവപ്രവൃത്തി നടക്കുന്നില്ല? പരിശോധിക്കുക. ഇന്നലകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സൗഖ്യം നടന്നിരിക്കാം. ഇന്നലകളിൽ നിങ്ങൾ ദർശനം കണ്ടെന്നിരിക്കാം. ഇന്നലകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ പല വിടുതലുകൾ നടന്ന സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവർത്തിച്ച് ഓർക്കാനുണ്ടാകും. പക്ഷേ ഇപ്പോൾ പലതും നടക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺ? നിങ്ങളിൽ ആ വരമുണ്ട്, പക്ഷെ ആക്ടിവേറ്റ് ആകുന്നില്ല. എന്താ കാര്യം? ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വല്ലപ്പോഴും നടന്നെങ്കിൽ മാത്രമേ, നമ്മൾ അലമാരി വെച്ചിരിക്കുന്ന പുസ്തകമാണെങ്കിലും വല്ലപ്പോഴും തൂത്തു തുടച്ച് വെക്കുമ്പോൾ അതിന്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അതിനകത്ത് കയറിയിരിക്കുന്ന വല്ല കീടോ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീനപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പൊടിയൊക്കെ തട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ശരിയായൊരു ഫാസ്റ്റിങ്ങും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്. ഇന്ന് സഭകളിൽ പലപ്പോഴും ഉപവാസം കാണുന്ന എപ്പോഴാണ്? 11 മണിയാകുമ്പോൾ ഉപവാസം തീരും, 12:45 പരിപാടി തീരും. കാരണം ഷുഗറിന് മരുന്ന് കഴിക്കാൻ പാസ്റ്റർക്ക് പോകണം. അതിനേക്കാൾ മുമ്പേ വിശ്വാസികൾ. പിന്നെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഒരു യോഗമുണ്ട്. 7:30 ആകുമ്പോഴത്തേന് എല്ലാവരും തൂത്തുടച്ചൊക്കെ കയറി വരും. 8:45 ആകുമ്പോഴത്തേന് പോകണം. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ ദൈവത്തിന് ഇരിക്കുന്ന സമയം എത്രയാ? അപ്പൊ ചടങ്ങിന് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും 2 ലിറ്റർ പാലൊക്കെ അകത്ത് ചെല്ലും, ക്ഷീണമൊക്കെ മാറും. നിങ്ങൾ മാസത്തിലോ നിങ്ങളുടെ സമയം അനുസരിച്ച് ജീവിത പങ്കാളിയുടെ ഒരു സമ്മതത്തോടുകൂടെ ഒക്കെ വേണം കുടുംബജീവിതം നയിക്കുന്നവരെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. തിരുവചനം അങ്ങനെയാ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടത് പരസ്പര സമ്മതത്തോടെ അല്ലാതെ മാറിയിരിക്കരുത്. കാരണം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് തിരുവഴുത്തിൽ കാണും. ഒരു ധാരണയോടുകൂടി വേണം ഉപവസിക്കാൻ. ഉപവസിക്കുമ്പോൾ ആ ദിവസം നിങ്ങളുടെ മൊബൈൽ ഓഫ് ചെയ്യൂ. ഓഫ് ഡേ ആണോ? നിങ്ങൾ ഒരു 2 ലിറ്റർ ചൂടുവെള്ളം അനത്തിയതും കൊണ്ട് ആ മുറിക്കകത്തോട്ടം കയറണം. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫ്രീ ടൈം ദൈവവചന ധ്യാനവും പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവസന്നിധിയിൽ അംഗീകരിക്കണം. ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്യുക, ഫോർഗെറ്റ് എല്ലാം. കാരണം ദൈവം നിങ്ങളെ വിളിച്ചാൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്നെ സമയം ചെലവഴിക്കണം. അല്ല 24 മണിക്കൂർ സമയത്തിൽ ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നിരിക്കട്ടെ, ബാക്കിയൊരു 16 മണിക്കൂർ ഉണ്ടല്ലോ. ആ 16 മണിക്കൂർ രാവിലെ ആമേൻ എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്
ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേഗം വന്ന് ഒരു കോഫിയോ ടീയോ ഒക്കെ നിങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുറിക്കകത്ത് കയറി ആദ്യം എടുക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകം. രാവിലെ കർത്താവിന് ഗുഡ് മോർണിംഗ് കൊടുത്തിട്ടേ നിങ്ങളുടെ ബെഡിൽ നിന്ന് എഴുന്നേക്കാം. ആ ദിവസം ദൈവത്തിൽ വേണം നിങ്ങൾ തുടങ്ങാൻ. കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ അവസാനത്തെ പ്രാർത്ഥന, പിതാവേ തൃക്കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഭരമേൽപ്പിക്കും. യഹൂദന്മാരെ കിടക്കാൻ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നവരുടെ ഒടുവിലത്തെ പ്രാർത്ഥനയാണത്. പിതാവേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന പ്രാർത്ഥന യഹൂദന്റെ ഗുഡ് നൈറ്റ് പറയുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കിടക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാവിലെ നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുമ്പോൾ, കിടക്കപ്പായിൽ എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം പകർന്ന് ആ പ്രഭാതം ദൈവത്തിൽ നിങ്ങളുടെ ആരംഭിക്കുക ജീവിതം. ഞാൻ ഓർപ്പിച്ചതുപോലെ പിന്നെ വന്ന് ഫ്രഷ് ചെയ്ത് എല്ലാം ക്ലീനപ്പായി വന്ന് ഫ്രഷായി വന്ന് ദൈവത്തിന്റെ വായന എടുക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലിരുന്ന് ഒരു ചാപ്റ്റർ വായിക്കാൻ പറ്റും. ദാറ്റ്സ് ഇനഫ്. ഓക്കെ. അതിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച ഭാഗത്ത് നിങ്ങൾ വരയിടണം. അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കണം, ധ്യാനിക്കണം. അതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ജയജീവിതത്തിന് അന്നത്തേക്കുള്ള എല്ലാ ബ്ലെസ്സിങ്സ്. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കണം. മക്കളെ, ഇന്ന് മമ്മി വായിച്ച ഇന്ന ചാപ്റ്ററാണ്, അതിലൂടെ യേശുപ്പിച്ച എന്നോട് സംസാരിച്ച ഇന്നിന്റെ ഭാഗമാണ്. അത് ഡെയിലി നിങ്ങൾ പറഞ്ഞു നോക്കി. ഓരോ വായിക്കുന്ന ഭാഗങ്ങൾ 365 ദിവസം ആകുമ്പോൾ 365 പ്രാവശ്യം കുഞ്ഞുങ്ങളോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അത് 3 വർഷം കഴിയുമ്പോഴേക്കും 1000 പ്രാവശ്യമായി. ആമേൻ. ഒരു 12ാം ക്ലാസ്സും പ്രായമാകുമ്പോഴേക്കും ഒരമ്മ ആ കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞാൽ 4000 പ്രാവശ്യം മിനിമം ആ കുഞ്ഞിനോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഈ 4000 പ്രാവശ്യം പറഞ്ഞതിന്റെ ദശാംശമെങ്കിലും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറിയാൽ തെറ്റായ വഴികളും പൈശാചിക സമ്മർദ്ദങ്ങളും ഒക്കെ വരും. അവരുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടാകും. അന്ന് വീണ വിത്ത, അന്ന് കേട്ട വചനമാണ്, അന്ന് പ്രാർത്ഥിച്ച വാക്കുകളാണ്. ചില ഭക്തന്മാരുടെ കുഞ്ഞുങ്ങൾ അവരുടെ മരണശേഷം പറഞ്ഞ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സ്വത്തൊന്നും സമ്പാദിച്ചു തന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ തന്നു. ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ തന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പം അപ്പ ഞങ്ങളെ പഠിപ്പിച്ചു. വിശ്വാസ ജീവിതം പഠിപ്പിച്ചു. ദൈവത്തിൽ ആശ്രയം പഠിപ്പിച്ചു. വിശുദ്ധ ജീവിതം പഠിപ്പിച്ചു. വിശ്വസ്ത ജീവിതം പഠിപ്പിച്ചു. ആത്മാക്കളെ നേടേണ്ട ആവശ്യകത പഠിപ്പിച്ചു. സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു. നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചു. പേരൻസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഗുരുക്കന്മാരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. സമൂഹത്തിൽ എങ്ങനെ പ്രായമുള്ളവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. സമൂഹത്തിൽ എങ്ങനെ നല്ല ജീവിതം നയിക്കണമെന്ന് പഠിപ്പിച്ചു. ഇതൊന്നും പോലീസുകാരുടെ ഇടി കൊണ്ടിട്ട് പഠിക്കാനല്ല നമ്മൾ അവസരം കൊടുക്കണം. സ്തോത്രം. നമ്മുടെ ഭവനത്തിനുള്ളിൽ ഫസ്റ്റ് സ്കൂൾ ആൻഡ് ബെസ്റ്റ് സ്കൂൾ ഈസ് പേരൻസ്. ഇതിനെക്കുറിച്ച് നമ്മൾ തീർത്തും അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും നെഹമ്യാവ് തന്റെ ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ. നിങ്ങൾ നോക്കുക, ഇതൊരു ഹൈ പ്രീസ്റ്റ് തന്നെ ചുമതലപ്പെടുത്തിയ ജോലിയാണോ ഈ റീബിൽഡിംഗ്? നോ. ഒരു പ്രൊഫറ്റ് വന്ന് ദൂത് പറഞ്ഞിട്ട് ചെയ്തതാണോ? അല്ല. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കൊച്ചു കാര്യത്തിനാണേലും ദൂത് കേൾക്കണം. നിങ്ങൾ ആവശ്യമുള്ളതിന് മാത്രമേ നിങ്ങൾ ദൂതിന്റെ പുറകിൽ പോകാവൂ. നിങ്ങൾ പ്രാർത്ഥനയോടെ ചെയ്യുക. സ്തോത്രം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നിങ്ങൾ ചെയ്യുക. 24/7 മനുഷ്യരിൽ ആശ്രയിച്ച് നിങ്ങൾ മൂവ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ ദൈവത്തോടുകൂടെ സഞ്ചരിച്ചാൽ, ദൈവത്തിൽ വസിച്ചാൽ, ദൈവവചനം നിങ്ങളിൽ വസിച്ചാൽ, ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ആരും ട്രസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല. ആമേൻ. നെഹമ്യാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് നീ കൊടുത്തു. ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്നത്, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കും. കർത്താവ് പറഞ്ഞത് സകല സത്യത്തിലും വഴി നടത്തുന്ന ഒരഭിഷേകം. എത്ര പ്രഷ്യസ് ആണല്ലേ.
ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ പലയിടത്തും അതിന്റെ വാല്യൂ നമ്മൾ അറിയുന്ന അങ്ങനെയാണ്. സ്തോത്രം. ഏകരായിരിക്കുമ്പോൾ, മൂകരായിരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ലാതിരിക്കുമ്പോൾ, ഒരു പെയിൻ ഷെയർ ചെയ്യാൻ ആളില്ലാതിരിക്കുമ്പോൾ ദൈവവചനം എടുത്ത് ഓടിപ്പോയി കാർപ്പറ്റെ മുട്ടുകുത്തി, കർത്താവേ, നീയാണ് എൻ്റെ ആശ്രയം, നീയാണ് എൻ്റെ അഭയം, നീയാണ് എൻ്റെ എല്ലാം എല്ലാം, നീയാണ് എൻ്റെ നാഥൻ, നീയാണ് എൻ്റെ ഗൈഡ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. സൗരങ്ങളെ, ഇവിടുത്തെ സ്നേഹബന്ധങ്ങളെല്ലാം സ്നേഹത്തിന്റെ പുറം കവറിൽ വരുന്നത് മാത്രമാണ്. പക്ഷെ അതെല്ലാം വേദനയുടെ പെട്ടികളിൽ അവസാനിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞേക്കുന്നത്, ഞാനോ നോട്ട് ഓൺലി വൺ ഡേ ഓർ മന്ത്, നൈദർ എ ഇയർ. ഓഹ്, എത്ര എത്ര ആനന്ദം തരുന്ന, ആശ്വാസം തരുന്ന ഗീതങ്ങളാണ് ഭക്തന്മാരായ ആളുകൾ രചിച്ചിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് ഓർത്തിരിക്കുക, ഒന്ന് ദർശനം പ്രാപിച്ച നെഹമ്യാവിനെ പോലെ നിങ്ങൾ ദർശനമുള്ളവരായി മാറണം. സ്തോത്രം. ഈ 57 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക്, നാളെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്ന ദിവസമാണ്. സ്തോത്രം. നമ്മുടെ 4ാമത്തെ ആഴ്ചത്തെ ക്ലാസ് കഴിയുന്ന ദിവസമാണ്. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ എഴുതി വെക്കണമെന്ന്. സ്തോത്രം. അതിലൂടെ ആ കാഴ്ചപ്പാടിൽ നിന്നാണ് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതം. ധാരാളം ആളുകൾ എനിക്ക് അവരുടെ സാക്ഷ്യങ്ങൾ ടൈപ്പ് ചെയ്തും വോയിസ് ആയിട്ടും വിട്ടു. പ്രയർ ലൈഫിന് വലിയ മാറ്റങ്ങൾ വന്നു, കുടുംബജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വന്നു, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു അഴിച്ചുപണി ഞങ്ങൾക്ക് നടന്നു. സ്തോത്രം. വണ്ടർഫുൾ, വണ്ടർഫുൾ, വണ്ടർഫുൾ. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, നെഹമ്യാവ് നേരിടുവാനുള്ള ഉത്തരവാദിത്വങ്ങളും ആ ഭാരങ്ങളും എല്ലാം ദൈവത്തിനെ വെച്ച്. ഇത് ഒരാളെ ഏൽപ്പിച്ചതല്ല, ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞു കിട്ടിയ കാഴ്ചപ്പാടല്ല സഹോദരങ്ങളെ. പിന്നെ എങ്ങനെയാ സ്വയം ദൈവസന്നിധിയിൽ ഏറ്റെടുത്തത്? മനസ്സിലായോ? ആമേൻ. തനിക്ക് ഈ ഡിവൈൻ ഇൻസ്പിറേഷൻ താൻ എടുത്തത് സെൽഫ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് താൻ ഏറ്റെടുത്തത്. ഞാനാണിത് പണിയേണ്ടത്, ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഞാനാണ് ഈ ഇസ്രായേലിന്റെ നിന്ന് മാറ്റേണ്ടത്. അതിനായിട്ടാണ് ദൈവം എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്ത് ത്യജിക്കേണ്ടി വന്നാലും, സ്തോത്രം, വേദശാസ്ത്രികൾ പറയുന്നത്, ഇസ്രായേൽ മക്കളെന്ന് ചിതറിപ്പോയി, താൻ അന്യദേശത്തായിരുന്നു, അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിപ്പാൻ പാടില്ല. അതുകൊണ്ട് രാജാവ് നല്ല നല്ല വിവാഹം പോലും അവിടെ കൊണ്ടുവന്നിട്ട് അന്യജാതിക്കാരികളെ വിവാഹം കഴിപ്പാൻ പാടില്ല എന്ന പ്രമാണം തന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് താൻ വിവാഹം പോലും കഴിച്ചിരുന്നില്ലെന്നാണ്. സ്തോത്രം. നോക്കുക, തൻ്റെ ഉള്ളിലെ കാഴ്ചപ്പാട്, ആഴമായ ദർശനം, ദൈവത്തെ അല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും വലുതായി കാണാത്ത നെഹമ്യാവ്, ദൈവത്തിന്റെ പ്രമാണത്തെ അല്ലാതെ മറ്റാരുടെയും നിർദ്ദേശങ്ങളെയോ ഉപദേശങ്ങളെയോ ദൈവവചനത്തിന് വിരോധമായി വരുന്ന തത്വശാസ്ത്രങ്ങളെ ഒന്നും ഉൾക്കൊള്ളാത്ത നെഹമ്യാവ്. സ്തോത്രം. നോക്കുക, ഉത്തരവാദിത്തങ്ങൾ വളരെ തീവ്രമായിട്ടുണ്ടെങ്കിലും ദൈവമായി താൻ സമയം ചെലവഴിച്ചു. മൂന്നാമത് നാം ശ്രദ്ധിച്ചത്, നല്ല ബെസ്റ്റ് പ്ലാനർ ആയിരുന്നു നെഹമ്യാവ് എന്നുള്ളതായിരുന്നു. തൻ്റെ പദ്ധതികളൊക്കെ ആമേൻ കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് നയിപ്പാൻ ഇടയായി തീർന്നത് ദൈവസന്നിധിയിൽ താൻ വെച്ച തൻ്റെ പ്ലാനുകൾ സിസ്റ്റമാറ്റിക്കലായിട്ട് താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു. നാലാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ചിന്തകൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി കൂടെയാണ് നമ്മൾ ചിന്തിച്ച് കടന്നു പോകുന്നത്.
ആമേൻ. അപ്പൊ 1 വിഷൻ, 2 പ്രേയർ, 3 പ്ലാനിങ്, 4 ഹ്യൂമിലിറ്റി ആയിരുന്നു. അത് തൻ്റെ വിനയം. അതെ, സ്തോത്രം. നെഹമ്യാവ് വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ഹമ്പിൾ പേഴ്സൺ ആയിരുന്നു, വിനയമുള്ള മനുഷ്യനായിരുന്നു, താഴ്മയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് താൻ ഗവർണറായി കഴിഞ്ഞപ്പോൾ തൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. തനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ പോലും ദൈവസന്നിധിയിൽ വേണ്ടാന്ന് വെച്ച മനുഷ്യൻ. നോക്കുക, എത്ര വളരെ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ. തനിക്ക് അവസരം കിട്ടിയപ്പോൾ ആളുകളെ പിഴിഞ്ഞ് തൻ്റെ പേഴ്സ് വീർപ്പിക്കാനും ചാക്ക് വീർപ്പിക്കാനും അല്ലായിരുന്നു താൻ ഒരുങ്ങിയത്. ദൈവത്തിനു വേണ്ടി എവിടെയെല്ലാം സാക്ഷ്യത്തോടെ നിൽപ്പാൻ കഴിയുമോ അവിടെയെല്ലാം അതിന് താൻ വില കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, താൻ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ നമ്മൾ കാണുന്നുണ്ട്. ആളുകളെ എന്ത് ചെയ്യുന്നു? ധൈര്യപ്പെടുത്തുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്കുള്ള ഒരു സാക്ഷ്യം പറയുമ്പോൾ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, ഗ്ലോറി പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടവരാത്തൊരു ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഒരു സ്തോത്രവും കേൾക്കത്തില്ല, ഒരു ഗ്ലോറിയും കേൾക്കത്തില്ല, അല്ലേ? നോ 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 നോ, അങ്ങനെയല്ല. ഡിസ്കറേജ് ചെയ്യുവാനല്ല, നമ്മൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുവാൻ ജനകസിയാണ്. മാത്രമല്ല, നെഹമ്യാവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നീതിയുള്ള കാര്യങ്ങളോടുകൂടെ താൻ നിന്നു എന്നുള്ളതാണ് വേറെ അതിമഹത്തായ ഒരു കാര്യം. ദൈവത്തിന് സ്തോത്രം. നീതിപൂർവമായ കാര്യങ്ങളിൽ മാത്രമേ താൻ നിന്നിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ധൈര്യമാണ്. ഏത് പ്രയാസഘട്ടങ്ങളിലും താൻ ധൈര്യശാലിയായിരുന്നു എന്നുള്ളതാണ്. വളരെ കറേജസ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റിയിലെല്ലാം തനിക്ക് ധൈര്യം. ഈ ധൈര്യം എല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? ദൈവമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് കിട്ടിയത്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് കിട്ടിയത്, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് കിട്ടിയത്, ദൈവമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് കിട്ടിയത്. ദൈവത്തെക്കാൾ വലിയവനായിട്ടൊന്നും താൻ കണ്ടില്ല. ദൈവത്തെക്കാൾ വലിയ പവർ വേറെ ഒന്നുമായി കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ഫോഴ്സിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ വേറെ ഒന്നുമായി താൻ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തൻ്റെ ധൈര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം തൻ്റെ ടീം വർക്കായിരുന്നു. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാവരെയും അത് തരംതിരിച്ച് നിർത്തുന്ന അതിമഹത്തായ ടീം ലീഡറായിരുന്നു അദ്ദേഹം. സ്തോത്രം. മാത്രമല്ല, താനെ ശരിയായതിനു വേണ്ടി മാത്രമേ നിലകൊണ്ടുള്ളൂ എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് പലിശയ്ക്ക് പൈസ കൊടുക്കാനും അവരെ പിഴിയാനും അവരെ കൊല്ലാനും ഒന്നും പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്. പിന്നീട് നമ്മൾ ആരാധനയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരികയും അവരെ ദൈവവചനം 7 ഡേയ്സോളം 6 ദിവസത്തോളം അവർ രാവിലെ മുതൽ ഉച്ചവരെ ദൈവത്തിന്റെ വചനം കേൾക്കുകയും പിന്നീട് ഒരു യാമത്തോളം അവരെല്ലാവരും ദൈവസന്നിധിയിൽ അനുദപിക്കുകയും അത് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ വചനത്തിലേക്കും വ്യവസ്ഥയിലേക്കും ആ ദൈവിക ബന്ധത്തിലേക്കും നെഹമ്യാവ് എസ്രാ ശാസ്ത്രിയിലൂടെ ഉള്ളതായ തിരുവചനം അതേ പങ്കുവയ്ക്കലിലൂടെ അവരെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞു വരുവാനിടയായി. നോക്കുക, ഒന്ന് വളമാകാതെ മറ്റൊന്ന് ശക്തിയോടെ കിളിർക്കില്ല. ആമേൻ. ആരാണ് പ്രൈസ് കൊടുക്കുന്നത്? അവർ ദൈവകരങ്ങളിൽ ശോഭിക്കുമെന്ന് ഓർക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രൈസ് കൊടുത്താൽ നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായി തീരും. നിങ്ങൾ പ്രൈസ് കൊടുത്താൽ ആരോഗ്യമുള്ള ആത്മീയ ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങളുടെ തലമുറകൾ ഒരുക്കപ്പെട്ടു വരും. അമ്മയ്ക്ക് കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിലുള്ള മക്കൾക്ക് കാഴ്ചപ്പാട് വരും. കഴിഞ്ഞ ദിവസം ഞാൻ സൂസന്ന വെസ്ലിയുടെ കാര്യം നിങ്ങളെ ഓർപ്പിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അമ്മ പ്രാർത്ഥിക്കുന്ന സൂസന്ന വെസ്ലി ഉണ്ടെങ്കിൽ അതേ ചാൾസ് വെസ്ലിയും ജോൺ വെസ്ലിയും ദൈവകരങ്ങളിൽ ശോഭിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു കരയുന്ന ഹന്ന വീട്ടിൽ ഉണ്ടെങ്കിൽ ദാൻ മുതൽ ബേർശേബ വരെ ദൂത് തെറ്റിപ്പോകാത്ത ഒരു പ്രവാചക ശബ്ദമായി ശമൂവേൽ ആ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കും. ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ശമൂവേൽ ആ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കും. ഒരു ന്യായപാലകനും ചെയ്യുന്ന ന്യായാധിപനായി തീർന്ന ശമൂവേൽ ആ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കും. യെസ്, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയം ആ നിലവാരത്തിൽ ഉത്സാഹം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ വിശേഷാൽ ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. 8-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ് 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിന്ന് നമ്മൾ രാവിലെയും ചിന്തിച്ചത് 20-ാമത്തെ വാക്യം
കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആണ് അവിടെ പറയുന്നത്. പഴയ നിയമ ജനത്തിന് അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ നീ അവർക്ക് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവാത്മാവിനെ കുറിച്ചുള്ള വളരെ സ്പഷ്ടമായ ഒരു വെളിപ്പെടുത്തൽ കൂടെ അവിടെ നമ്മൾ കാണുന്നു. എന്താണ്? അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ സന്ദേശങ്ങൾ അവർക്ക് ഓരോ സന്ദർഭങ്ങളിലും ദൈവം നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർ സെറ്റിലായി കഴിഞ്ഞപ്പോൾ, ഇതാണല്ലോ പലപ്പോഴും പാലം കയറുന്നിടം വരെ ഒന്ന് പറയും, പാലം കയറി കഴിഞ്ഞേച്ച് മറ്റൊന്ന് പറഞ്ഞേച്ച് പോകുന്ന ചിന്താഗതി. പലപ്പോഴും നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്കും നമ്മുടെ കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടിയല്ലേ പലപ്പോഴും നടക്കുന്നത്. ചിലർ പറയാറുണ്ട്, ഫസ്റ്റ് കുഞ്ഞിനൊരു വഴിയില്ല, വഴി തുറക്കാൻ 3 ദിവസം ഉപവസിക്കുകയാണ്. അമ്മയെ അവന്റെ വിവാഹം നടന്നില്ല, 3 ദിവസം ഉപവസിക്കുകയാണ്. സൗരങ്ങളെ, ഉപവാസമൊക്കെ ആവശ്യമാണ്, ഞാനതിനെ അംഗീകരിക്കുന്നു, അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, കർത്താവ് ഭക്ഷണം വേണം എന്ന് ജനം പറഞ്ഞിട്ടല്ല 5 അപ്പം എടുത്തേച്ച് ആമീൻ 5000 പുരുഷന്മാർക്കും അത്രയും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വിളമ്പിയത്. കാര്യം എന്താ? അവരുടെ വിവരം അറിഞ്ഞിട്ടാണ്. അല്പം മുമ്പേ പ്രിയ ആൻസി പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അതേ, 3-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ വിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ചപ്പോൾ പല കാര്യങ്ങളും ഭാരമുള്ളതാണ്. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വിളി വന്നു, അല്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചെറിയ ഞരക്കം പോലും അടുത്തറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, ഞാനിങ്ങനെ ദൈവസന്നിധി ഇങ്ങനെ കർത്താവുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആഴത്തിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥനയായിട്ടല്ല, ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുക, ഒരു സ്നേഹിതനെ പോലെ. ഞാൻ പറഞ്ഞ, കർത്താവേ, ഈ വർഷം കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി അടുത്ത 5 വർഷത്തേക്ക് ആരെയെങ്കിലും കർത്താവ് ഒന്ന് ഒരുക്കണം. എന്നിട്ട് ഞാൻ എന്നോട് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാനൊരു അടയാളം അങ്ങയോട് പറയാണ്, എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരു അക്കൗണ്ട് വെച്ച് തുറന്ന് അവരുടെ പേരിൽ ഈ വർഷം പൈസ ഇട്ടേച്ചു പോകാനായിട്ട് കർത്താവിന് പ്രസാദമെങ്കിൽ ഒരാളെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു. സ്തോത്രം. എൻ്റെ വീട്ടിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറയാ, അച്ചായ, മോടെയും മോന്റെയും പഠിത്തത്തിനുള്ള എക്സ്പെൻസ് മുഴുവൻ ഞാൻ വഹിച്ചോളാം. എന്നിട്ട് അദ്ദേഹം പറയാ, ഒരുങ്ങ്, കൊച്ചുങ്ങളുടെ 2 പേരുടെയും പേരിൽ എനിക്ക് ഈ വർഷത്തേക്കുള്ള ഫീ ഇട്ടേച്ച് പോകണം, ബാക്കിയുള്ളത് അടുത്ത വർഷം തീരാറാവുമ്പത്തിന് ഞാൻ ഇട്ടോളാം. എന്നെ കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങളുടെ പേരിൽ ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ ഒരു വർഷത്തെ മുഴുവൻ പൈസ അദ്ദേഹം ഫിക്സഡ് ഇട്ടിട്ട് പോകും. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഫീ അടച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ സംസാരിച്ച് വന്നപ്പോൾ ഇങ്ങനെ കൊച്ചുങ്ങൾ പറഞ്ഞു, അപ്പയല്ലല്ലോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്ന വല്ലവരും അല്ലേ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ അങ്കിളല്ലേ, പിന്നെന്തോ പപ്പ പറയുന്നത്. ചങ്കിനകത്ത് ഭയങ്കര വേദനയായി. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറി കയറി ഇരുന്നേച്ച് മേളിലോട്ട് വെക്കിട്ട് പറഞ്ഞു, മതി, സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചേ. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ 5 പൈസ പോലും കർത്താവ് ആ അക്കൗണ്ടിൽ ഇടണ്ട. നിങ്ങൾക്കറിയാമോ, പിന്നീട് 5 പൈസ മനുഷ്യൻ ആ അക്കൗണ്ടിൽ അയച്ചില്ല. ഞാൻ പറഞ്ഞത്, ആമേൻ, കർത്താവുമായിട്ടുള്ള ഇന്റിമേസി, അതിനർത്ഥം ഇന്ന് വരെ അവരുടെ കാര്യങ്ങൾക്ക് മുടക്കം വന്നിട്ടില്ല. ഇന്ന് വരെയും സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വേദപുസ്തകം കൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഞാൻ, ഒരു മുട്ടുസൂചി പോലും നിന്റെ ഭവനത്തിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഇറക്കി എന്റെ ദൈവം. 2 കുഞ്ഞുങ്ങളെ MBBS പഠിപ്പിച്ചിറക്കണമെങ്കിൽ എന്ത് പണം വേണം? സ്തോത്രം. ഓരോ സമയത്ത് ഞാൻ അറിയാത്ത ഓരോരുത്തരോട് ദൈവം സംസാരിച്ച് അവരുടെ ഫീസുകൾ അടച്ച ചരിത്രങ്ങളാണെന്ന് തോന്നുന്നു. സ്തോത്രം. അവരുടെ സഹോദരങ്ങളെ പ്രിയാൻസി ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് എപ്പോഴും ഉറച്ചോണം. സ്തോത്രം. ഇവര് സെറ്റിലായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർ പതുക്കെ ദൈവത്തെ മറന്നു. നമ്മുടെ കാര്യങ്ങൾ കഴിയേണ്ടതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല ആവശ്യം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരണ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്
കർത്താവെ, എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ നടുവിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും? കർത്താവെ, എങ്ങനെ എനിക്ക് അങ്ങേക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ കഴിയും? എന്നെ രക്ഷിച്ച കർത്താവിനെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിന്റെ പത്രമായി എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അതിനുള്ള കൃപയാണ് ആവശ്യം. എന്നെ കേൾക്കുന്നവർക്ക് എൻ്റെ കർത്താവിനെ കേൾക്കണം, എന്നെ കാണുന്നവർക്ക് എൻ്റെ കർത്താവിനെ കാണണം. പ്രൈസ് ഗോഡ്. ഇതായിരിക്കണം, ഇതിനാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ബാക്കിയെല്ലാം പുറകെ വരും. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ, വരിക്കച്ചക്ക പഴുത്താൽ അണ്ണാൻ വരാൻ വേണ്ടി ഉപവസിക്കൊന്നും വേണ്ട. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ ഇവനെ പിന്തുടരും. നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. നീതിമാൻ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയ എലിസബത്തിന്റെ ഹസ്ബൻഡ് പറഞ്ഞ ടെസ്റ്റിമണി നിങ്ങൾ കേട്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഓരോ സമയത്ത് ദൈവത്തിന്റെ ബദലേ നിന്നെ നടത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ പുലർത്താൻ, നിനക്ക് വേണ്ടി കരുതാൻ ആമേ ഉയരത്തിലെ പിടി നിനക്കുണ്ടോ? നീ എവിടെ കിടന്നാലും നിന്നെ അന്വേഷിച്ച് നന്മ നിന്റെ വീട്ടിൽ വരും. അല്ലെ നിന്നെ ആ മേഖലയിലേക്ക് ദൈവം നയിക്കും. നന്മയുടെ പുറയിലൊന്നും നീ തിരക്കി പിടിച്ചു പോകണ്ട. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, നീ ഇന്നത് ചെയ്യണം, ഇന്നടത്ത് പോകണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം. നിന്റെ ഹൃദയത്തിൽ ദൈവം നയിക്കും. ഇവിടെ നെഹമ്യാവ് പറയുകയാണ്, അതെ, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തുവെന്ന്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തന കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ്, അവരെ ലീഡ് ചെയ്യുവാൻ, അവരെ ഗൈഡ് ചെയ്യുവാൻ. എന്നിട്ട് പറയുകയാണ്, അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മഞ്ഞയും അവരുടെ ദാഹത്തിന് അതേ വെള്ളത്തെയും നീ കൊടുത്തു എന്ന്. നിനക്കറിയാമല്ലോ, അവയെ ഒരു കാലഘട്ടത്തിൽ അവരെ കറക്കിക്കൊണ്ടിരുന്ന ഒരു പാറയുണ്ടായിരുന്നു. അതിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ ചുറ്റിയത് മതി എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അപ്പൊ ആ പാറ അവരെ ചുറ്റിച്ചെങ്കിലും ഒരു ദിവസം അവർക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ദേ ഈ പാറയോട് നീ കൽപ്പിച്ചാൽ മതി, സാധനം വെളിയിൽ വരും. നോക്കിയേ, അപ്പൊ ചുറ്റിച്ച പാറയ്ക്കകത്തുനിന്ന് എന്തുണ്ടായിരുന്നു? ഉറവുണ്ടായിരുന്നു അല്ലേ? ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാണോ ഓർത്തിരിക്കുക, ആ വിഷയത്തിലൂടെ നിങ്ങൾക്ക് നിശ്ചയമായൊരു ബ്ലെസ്സിങ് ഉണ്ടാവും. സ്തോത്രം. ഏത് വിഷയമാണോ നിങ്ങളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നത്, അതിലൂടെ നിങ്ങളൊരു ബ്ലെസ്സിങ് കാണാൻ പോവുകയാണ്. അതിലൂടെ നിങ്ങളൊരു വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. അതിലൂടെ ഒരു നിയോഗം നിങ്ങൾക്ക് വെളിപ്പെടും നിശ്ചയമാണ്. അതിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ മിറക്കിൾ കണ്ടേ എഴുന്നേൽക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഈ വചന ധ്യാനത്തിന്റെ 28ാമത്തെ ദിവസം ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ ഭാരപ്പെടുന്നതൊന്നും ഭവിക്കാനിട വരാതെ വേണം സ്വർഗത്തിലെ കരത്തിന്റെ സാന്നിധ്യത്തിന്റെ കവറിങ്ങിനുള്ളിൽ നിങ്ങളെ ദൈവം സൂക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓ ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവിനെ അവർക്ക് കൊടുത്തു. നമ്മള് ആ 8, 9 അധ്യായങ്ങളിൽ വായിച്ചു വരുമ്പോൾ ഇനി 35ാമത്തെ വാക്യവും അതിന്റെ 29ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കണം. 28ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ ഇട്ടാട്ടെ മോളെ. സ്തോത്രം. അവിടെ പറയുന്നു, അവർക്ക് സ്വസ്ഥത ഉണ്ടായപ്പോൾ അവർ വീണ്ടും നിനക്ക് അനിഷ്ടമായത് ചെയ്തു. എത്ര ഭയാനകമായ ഒരു കാര്യമാണല്ലേ. അവർക്ക് സ്വസ്ഥത ഉണ്ടായപ്പോൾ അവർ വീണ്ടും നിനക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതുകൊണ്ട് നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. സൗരങ്ങളെ, ഈ ദർശനം പ്രാപിച്ചവൻ ഇഷ്ടങ്ങളുടെ മേൽ കത്തിവെച്ച് സ്വന്തം ഇഷ്ടത്തെ യാഗമാക്കാൻ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടം വേഗത്തിൽ നിറവേറൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ദൈവ ഇഷ്ടം നിങ്ങളിൽ നിറവേറണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വേഗത്തിൽ ബന്ധപ്പെടുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവ ഇഷ്ടത്തോട് താതാത്മ്യപ്പെടണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ യാഗമാക്കാൻ. അപ്പൊ നമ്മുടെ ഒരാഗ്രഹം സാധിക്കത്തില്ല എന്നാണോ അതിനർത്ഥം? അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ എൻ്റെ ആത്മീയ ഗുരു ഇങ്ങനെ പഠിപ്പിക്കാനിടയായി തീർന്നു. മോനെ, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താണ്? അതെ കർത്താവേ, ഈ വിഷയങ്ങളെല്ലാം അടിയൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. അതിൽ അങ്ങേക്ക് പ്രസാദമുള്ളത്, അങ്ങേക്ക് ഹിതമുള്ളത് മാത്രം അങ്ങ് ചെയ്യണം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ?
വിഷയം നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ദൈവത്തിന്റെ പ്ലാൻ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് വരുന്നുണ്ട്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ കർത്താവിലേക്ക് വന്ന സമയം ആണ്. അപ്പോൾ ആ കാലത്ത് ഞാനിങ്ങനെ ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആർക്ക് കേൾക്കണം ഇവിടെ ആ പെന്തിക്കോസിന്റെ സുവിശേഷമുണ്ട്. കാരണം പുള്ളി ഒരു കാലത്ത് എന്നെ മുറി പൂട്ടിയിട്ട് അടിച്ചതാണ് പെന്തക്കോസിലേക്ക് വന്നതിന്. സ്തോത്രം. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ബിസിനസ്സൊക്കെ നല്ല പീക്കിൽ നിൽക്കുന്ന സമയമാണ്. സ്തോത്രം. ഞാനിങ്ങനെ സുവിശേഷം പങ്കുവെക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളെ പോലും ജോലിക്ക് വിടാത്ത ഒരു കാലം. സ്തോത്രം. ആവശ്യത്തിന് വരുമാനമുണ്ട്, കുറെ ഹോസ്പിറ്റലുകളിൽ സാധനങ്ങളുടെ സപ്ലൈ ഉണ്ട്, കുറെ സ്റ്റാഫുകളുണ്ട്, എല്ലാം നന്നായിട്ട് പോകുന്ന ഒരു സമയമാണ്. ഞാനിങ്ങനെ ഗോസ്പൽ ഷെയർ ചെയ്തപ്പോൾ പുച്ഛിച്ച് തള്ളി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഒരു വാക്യം എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം എനിക്കൊരു വാക്യം തന്നു. ധനവാനായ മനുഷ്യൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇരുന്ന് നടക്കുന്നു എന്നുള്ളതായ ഒരു വാക്യമാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ കാണുന്ന ശമൂവേലിന്റെ പുസ്തകത്തില്. അപ്പോൾ ഈ വാക്യം എൻ്റെ മനസ്സിനെ വല്ലാതെ ഹേമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു, ധനവാനായവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇരുന്ന് നടക്കുന്നു. ഈ സ്ഥിതി വരും. 3 മാസം കഴിഞ്ഞപ്പോൾ ബിസിനസ് എല്ലാം തകർന്നു. പ്രയാസത്തിലായി, വളരെ പ്രയാസത്തിലായി. മുന്നോട്ട് പോകാൻ വയ്യ. ഇനി മരണമാണ് ഇതിൻ്റെ അവസാനം എന്നൊക്കെ തോന്നുന്ന തലത്തിലേക്കൊക്കെ ജീവിതം എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിത്തീർന്നു. സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അയച്ചൊരു ദൈവദാസി വെളിപ്പാടോട് അവിടെ ചെന്നു. അവരുടെ സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു. അവർ പ്രാർത്ഥനയ്ക്ക് പോയി, കർത്താവിനായി സമർപ്പിച്ചു. ദൈവാത്മാവ് എൻ്റെ മൂത്ത സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ടവൾക്ക് ഞാൻ സൗദി അറേബ്യയിൽ ഒരു വാതിൽ നിനക്ക് അവൾക്ക് തുറന്നു. അവർക്ക് വലിയ ഹാപ്പിയായി. പറഞ്ഞതുപോലെ 2 മാസം കഴിഞ്ഞപ്പോൾ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞു, ഓഫർ ലെറ്ററും വന്നു. പക്ഷേ തീരുമാനം ഉറപ്പായപ്പോൾ അവർ രണ്ടുപേരോട് ഒരു തീരുമാനമെടുത്തു. നമുക്ക് വഴിയും വാതിലും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പെന്തിക്കോസിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ പെന്തിക്കോസിലൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല. വീട്ടിലിരുന്ന് പറഞ്ഞ കാര്യം അവരെ രക്ഷയിലേക്ക് നയിക്കാൻ ഉപയോഗിച്ച ദൈവദാസിയോട് ദൈവം സംസാരിച്ചു. നീ എന്നോട് പറഞ്ഞ ഉടമ്പടിയിൽ നിന്ന് മാറിയതിനാൽ നിന്റെ വഴി മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു, ജോളി, നിനക്കുള്ള അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ഇനി വരും. ഇപ്പോൾ ആ വിസ വേറൊരാൾക്ക് കൈമാറി. അവർക്ക് കാര്യം പിടികിട്ടി. അവര് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇനി വിസ കിട്ടിയില്ലേലും ജോലി കിട്ടിയില്ലേലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ നിന്നെ വിട്ടൊരു കളി ഞങ്ങൾ. ആമേൻ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അത് MOH ഹോസ്പിറ്റലിലേക്ക് തന്നെ വാതിൽ തുറക്കപ്പെട്ടു. അവിടെ കടന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ അവിടേക്ക് അയക്കും. ദൈവത്തിന് ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ഞാൻ നിന്നെ ഇരുത്തും. ദൈവത്തിന് സ്തോത്രം. അമ്മേ, കഴിഞ്ഞ ദിവസം എൻ്റെ മൂത്ത സഹോദരൻ അവിടുന്ന് റിട്ടയർ ആയിട്ട് നാട്ടിൽ വരാനിടയായി. റിട്ടയർ ആയിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും അവിടുത്തെ കമ്പനി വിടത്തില്ല. തന്നോടൊപ്പം ഉണ്ടായിരുന്ന 100 കണക്കിന് ആളുകളെ കമ്പനികളിൽ നിന്ന് വിട്ടു. പക്ഷേ യൂണിലിവർ കമ്പനിയുടെ സൗദി അറേബ്യയിലെ പ്രസിഡന്റ് കീഴിലുള്ള അതേ മെയിൻ സെക്രട്ടറി ആയിരുന്നു വിട്ട് അദ്ദേഹം വർഷങ്ങളോളം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, എപ്പോൾ പറഞ്ഞു വിടുമെന്ന് അറിയത്തില്ലെന്ന് 20 വർഷം നിരന്തരം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, എത്ര നാൾ ദൈവോടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം കണ്ട സമയം വരെ അവിടെ നിൽക്കും. അത് റിട്ടയർ ആയി കഴിഞ്ഞാലും ദൈവത്തിന് അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്തും. റിട്ടയർഡ് ആയി കഴിഞ്ഞ് പിന്നെയും 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അമ്മേ, ദൈവത്തിന്റെ മക്കളെ, കരുതുന്ന ഒരു ദൈവത്തെ നിങ്ങൾ മറന്നു. ദൈവത്തിന്റെ പെയിൻ എന്താണെന്ന് അറിയാമോ? ഇന്നലെ വരെ നടത്തിയ വിധങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. അത് ദൈവത്തിന് വളരെ വേദനയാണ്. ഇപ്പൊ നടക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ പെയിൻ. അത് കർത്താവിന്റെ ഉള്ളിന് ഭയങ്കര വേദനയാണ്. നന്ദിയില്ലാത്ത ഹൃദയം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നടത്തിയ വിധങ്ങൾ ഓർക്കാത്തതുണ്ട്. നിങ്ങളെ ദൈവം സീരിയസ് ആയി നടത്തിയ ആ വഴികളൊക്കെ നിങ്ങളൊരു 4-5 എണ്ണം ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ പെട്ടെന്ന് മാപ്പ് പറയും ദൈവത്തോട്, ക്ഷമിക്കണേ കർത്താവേ. കാരണം ആ നാളിൽ ദൈവം മാത്രം ഇറങ്ങിയ സമയമുണ്ട്. ദൈവം മാത്രം ഇറങ്ങി വന്ന് വിടുവിച്ച സമയമുണ്ട്. ഒരു മനുഷ്യരും നിങ്ങൾക്ക് അടുത്തില്ലാത്ത സമയത്ത്
ചെവിക്ക് ചെവി അറിയാതെ. ഓ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിങ്ങൾ കുരുങ്ങിപ്പോകേണ്ടടുത്ത്, നിങ്ങൾ പെട്ടുപോകേണ്ടടുത്ത്, നിങ്ങൾ അകപ്പെട്ടു പോകേണ്ടടുത്ത്, ടെർമിനേഷൻ ആകേണ്ടടുത്ത് ഒക്കെ പലതും ഹൈഡ് ചെയ്ത് മാറ്റിയ സമയം. ഒരു സാം എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരിക്കൽ ഞങ്ങളുടെ അടുക്ക പ്രാർത്ഥിക്കാനായി വന്നത് ഓർക്കുന്നു. ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, ഷായിച്ച, എനിക്കൊരു വഴിയുമില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുവൈറ്റിൽ നിന്ന് ഞാനൊരു പരസ്യം കണ്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു, അവരെയൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു, ഷായിച്ച വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ദൈവത്തിന്റെ സ്തോത്രം. അവനെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ അന്ന് രാവിലെയാണ് അവൻ പാസ്പോർട്ടും നമ്പരും വിസയിലുള്ള നമ്പരും കൂടെ നോക്കുന്നത്. നോക്കിയപ്പോ 2 2 എന്നോട് പറഞ്ഞു, എൻ്റെ ഞാൻ എങ്ങനെയാ പോകുന്നത്? ഇത് ഇമിഗ്രേഷനിൽ പിടിച്ചാൽ ഞാൻ ജയിലിലാവും. സ്തോത്രം. ഞാൻ എന്താ ചെയ്യേണ്ടി? ഞാൻ പറഞ്ഞു, മോനെ, പ്രാർത്ഥിച്ചിട്ടാ വഴി തുറന്നത്. സാത്താൻ അടിച്ചപ്പോൾ നമ്പർ മാറ്റിച്ചെങ്കിൽ അത് ശത്രുവിന്റെ കണ്ണിൽപ്പെടാ ദൈവം നിന്നെ മറച്ചാൻ കൊണ്ടുപോകും. നീ ധൈര്യമായിട്ട് പൊക്കോളാൻ. പ്രൈസ് ഗോഡ്. അവനൊരു കുഴപ്പവും പറ്റാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷമായി കുവൈറ്റിലുണ്ട്. ദൈവം എത്ര വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ബിജു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ വീട്ടിൽ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം മർച്ചന്റ് നേവിയിലാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇവനീ പോകുന്ന കപ്പല് 2 മുറിഞ്ഞു പോകാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ, അമ്മേ, കപ്പൽ തകരും, കപ്പൽ 2 പിളരും, നിന്റെ പ്രാണനോ കൊള്ള കണ്ടു കിട്ടിയ പോലെ ഇരിക്കുമെന്ന് ദൈവാത്മാവിന്റെ ഉള്ളത്തോട് പറയുന്നു. അദ്ദേഹം പോയി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അമ്മേ, എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് 2 കപ്പലുകൾ കൂട്ടിയിടിച്ച് ഇവരുടെ കപ്പൽ 2 മുറിഞ്ഞു പോയി. കൂട്ടത്തിലുള്ള ചിലർ മരിച്ചു, ഇവൻ രക്ഷപ്പെട്ടു, ഇവന്റെ കൂടെയുള്ള ചിലർ രക്ഷപ്പെട്ടു. എനിക്ക് പിക്ചർ അയച്ചു തന്നു. എവിടെയോ ഹാർഡ് ഡിസ്കിൽ കിടപ്പുണ്ട്. മറ്റൊരു സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പ്രാർത്ഥിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. സ്തോത്രം. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യും. സ്തോത്രം. മുന്നമേ അറിയിക്കാതെ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. ആമേൻ. അവർ സെറ്റിലായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നു. അത് കർത്താവിന് വലിയ വേദനയായി. എന്താണ് നമ്മൾ വായിക്കുന്നത്? സ്തോത്രം. അവർക്ക് സ്വസ്ഥതയുണ്ടായപ്പോൾ അവർ വീണ്ടും നിനക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഇച്ചിരി പുത്തനമൊക്കെ ആയി, ഒരു മെച്ചമായ വീടുമായി, ഒരു ഉറപ്പുള്ള ജോലിയൊക്കെ ആയി, ഒരു സ്ഥിര വരുമാനമൊക്കെ ആയി, പിള്ളേരും ഒക്കെ ഒന്ന് സെറ്റിലായി, എവിടെയെങ്കിലുമൊക്കെ ഒരു കൊമ്പയിൽ ഒരു പിടിയൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അഹന്തയും അഹങ്കാരവും നികളഭാവവും ഉന്നതഭാവവും ദുരഭിമാനവും പൊങ്ങച്ചും ഒക്കെ സാത്താൻ കൊണ്ടുവന്ന് നമ്മളെ അണിയിക്കാൻ ശ്രമിക്കും. സ്തോത്രം. അമ്മേ, വഴി തുറക്കുന്നതിന് മുമ്പ് ദൈവം നിന്നെ എങ്ങനെ കണ്ടോ അങ്ങനെ ദൈവം കാണുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സ്തോത്രം. നമ്മൾ പാടിയതുപോലെ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സഹനത്തിൽ. അതേ സമരങ്ങളെ, ഉണ്ടെന്ന് തോന്നുന്നതിനേക്കാൾ പല മടങ്ങ് കൂടുതലാണ് നമുക്കുണ്ടെന്നുള്ള ദുരഭിമാനം. അതും കൂടെ കളഞ്ഞിട്ട് പോകേണ്ട സാഹചര്യം വരും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നോക്കുക. അപ്പൊ സ്വസ്ഥത ലഭിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആമീൻ. അവർ പിന്നെയും പാപം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, 28ന്റെ അവസാനത്തിൽ കാണുന്നു. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദൈവം അപ്പോഴെല്ലാം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ശത്രു അവരെ കർത്തൃത്വം നടത്തി. റൈറ്റ്. എന്നാൽ അവർ നിന്നോട് നിലവിളിച്ചു, നീ സ്വർഗത്തിൽ നിന്ന് കേട്ടവരെ നിന്റെ കരുണപ്രകാരം പല പ്രാവശ്യം പിടിപ്പിച്ചു. ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിൽ കരയുമ്പോൾ അമ്മ അന്നേരം മനസ്സിലായി. പിള്ളേർ സാധാരണ സൂത്രപ്പണി ചെയ്യുന്നത് അമ്മയാണ് ചാക്കിടുന്നത്. അമ്മയെ പിടിച്ച് 2 ചള്ളക്ക് 2 കടിയുമൊക്കെ കൊടുത്ത്, തോളലുമൊക്കെ ഒരു കടിയുമൊക്കെ കൊടുത്ത് അമ്മയൊന്ന് പൂണ്ടടക്കം പിടിക്കുമ്പോഴേ ഓർത്തോണം എന്തോ പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലടത്ത് പെൺമക്കളോട് അപ്പനാണ് കൂടുതൽ മനസ്സലിയുന്നത്. സ്തോത്രം. അതിന് വ്യത്യസ്ത നിലകളിലാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൊച്ചിനെ അടിച്ചാൽ ഇപ്പുറത്തുനിന്ന് ചൂട് വരും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, തമ്പുരാൻ പറയുകയാണ്, അപ്പോഴും നീ സ്വർഗത്തിൽ നിന്ന് കേട്ടവരെ വിടുവിച്ചു, നിന്റെ കരുണപ്രകാരം പല പ്രാവശ്യം വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഓ ഹല്ലേലൂയ. പല പ്രാവശ്യം വിടുവിച്ചു എന്നാണ് വായിക്കുന്നത്. എത്രയോ നൂറുകണക്കിന് സംഭവങ്ങൾ നിങ്ങളുടെ പിന്നിട്ട വർഷങ്ങളിൽ നിങ്ങൾക്ക് സാക്ഷി പറയാൻ കാണും. ദൈവത്തിന് സ്തോത്രം.
വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർ വീണ്ടും ദൈവത്തിന്റെ വിധികളെ എതിർക്കുന്നു, കൽപ്പനകളെ എതിർക്കുന്നു, അവർ ദുശാഠ്യം കാണിക്കുന്നു, അനുസരണമില്ലാത്തവരായി മാറുന്നു. 30-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ചു. നോക്കിയേ, ഏറിയ സംവത്സരം. യിരെമ്യാവിലൂടെ തന്നെ 23 വർഷം കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചതായി നമ്മൾ യിരെമ്യാവ് തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. വീണ്ടും എന്താ പറയുന്നത്? നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു, എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. താഴോട്ട് വായിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക 35-ാം വാക്യം. അവർ തങ്ങളുടെ രാജ്യത്വത്തിലും നീ അവർക്ക് കൊടുത്ത നിന്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നോക്കുക, അപ്പോൾ ഇവരുടെ എല്ലാ മേഖലകളിലും ദൈവമാണ് അവർക്ക് നന്മകൾ നൽകിയതെന്നും വഴികൾ തുറന്നതെന്നും സെറ്റിൽമെന്റ് ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്തു? നമ്മൾ മറന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരിക്കൽ തന്നിട്ടുള്ളവരുടെ മറക്കരുത്. സ്തോത്രം. നിങ്ങൾക്ക് ഒരു ജോഡി വസ്ത്രം നിങ്ങൾക്ക് ബാല്യത്തിൽ തന്നിട്ടുണ്ട്, മറക്കരുത്. സ്തോത്രം. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളോട് കരുണ കാണിച്ചിട്ടുള്ളവരെ മറക്കരുത്. അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ നിങ്ങൾ ഓർത്തോണം. അമ്മേ, വല്ലപ്പോഴും ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്ന ദോഷമൊന്നുമില്ല. വല്ലപ്പോഴും നിങ്ങളെ കാണുമ്പോൾ ഒന്ന് കൈ അയക്കുന്നതിനകത്ത് ഒരു ദോഷം വരത്തില്ല. കാരണം നിങ്ങളുടെ കഷ്ടതയിൽ അവരുടെ പിതാവ് അല്ലെ അവരുടെ മാതാവ് അതേ കരുണ കാണിച്ചത് ഓർക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തുതി. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മച്ചി ഈ ക്ഷാമകാലം വരുമ്പോൾ ഞങ്ങളുടെ അയൽവാസികളുടെ വീടുകളിലേക്ക് എന്നെയും 2 ജ്യേഷ്ഠന്മാരെയും 3 ദിക്കിലേക്ക് വിടും. സാധുക്കളായ ആളുകളാണ് ആ ഏരിയയിൽ താമസിക്കുന്നത്. അന്ന് ക്ഷാമകാലമാണ്. എല്ലാവരും വിളിച്ചോണ്ട് വരാൻ പറയും. വിളിച്ചോണ്ട് വരുമ്പോഴത്തേന് 10-16 പേര് ആ വീട്ടിൽ വരും. ദൈവത്തിന് സ്തോത്രം. വന്നു കഴിഞ്ഞ് ചമ്മച്ച് ചോദിക്കും, ഇടിയിലേ ശാന്തേ അവിടെ വല്ലതും വെച്ചോടി? പറയും, കൊച്ചമ്മ ഒരാഴ്ചയായിട്ട് ഒന്നും വെച്ചിട്ടില്ല. സ്തോത്രം. 2 ചക്കയൊക്കെ വെട്ടി വലിയ ആ ചരുവത്തിനകത്ത് വേവിച്ച് കുറച്ച് അരിയൊക്കെ വിട്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ട് ഇനി ഞങ്ങൾ ഓർക്കുന്നുണ്ട്. വയറ് നിറച്ച് അവരെയെല്ലാം കുടിപ്പിക്കും, അഴിപ്പിക്കും. സ്തോത്രം. എന്നിട്ട് കുറച്ച് ഇലിമ്പിപ്പുളിയും കുറച്ച് പച്ചമുളകും എടുക്കാവുന്നതുപോലെ ചക്കയും സാധനങ്ങളും ഒക്കെ അവരുടെ ഈ കൊടുത്തു വിട്ടിട്ട് പോകാൻ നേരം അമ്മച്ചി ഞങ്ങളോട് പറയും, മക്കളെ, ഇവരുടെ വിശപ്പ് നമ്മൾ അടക്കിയത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്ക് ഒരു നാളും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയും വരുത്തത്തില്ല. സ്തോത്രം. അതേ സഹോദരങ്ങളെ, നിങ്ങളുടെ ഒരു പെനി ഒരാടെ വിശപ്പടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ ഒരു ദറംസ് ഒരാൾക്ക് വസ്ത്രം മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഒരു കുഞ്ഞിന്റെ ബുക്ക് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ +2 പഠിക്കുന്നിടം വരെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബുക്ക് മേടിക്കുമ്പോൾ, അവർക്ക് പേന മേടിക്കുമ്പോൾ, അവർക്ക് പെൻസിൽ മേടിക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ ഒത്തിരി മേടിക്കും. എന്തിനാണെന്നറിയാമോ? ബുക്കില്ലാത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം ബുക്ക് കൊടുക്കാൻ, പേനയില്ലാത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം പേന കൊടുക്കാൻ. ഞാൻ താഴ്മയോട് പറയട്ടെ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇന്ന് ഒരു മുടക്കം വരുത്താൻ ദൈവം സമ്മതിച്ചിട്ടില്ല. God is faithful. ദൈവം നിങ്ങൾക്കും വിശ്വസ്തനാണ്. സ്തോത്രം. ഇത് ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ ലൈഫാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അവർ ദൈവത്തെ മറന്നു. ദൈവം അയച്ച പ്രവാചകന്മാരെ കൊന്നു. അവരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തകർച്ചയിലേക്ക് അവർ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഇനി നിങ്ങൾ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 28-ന്റെ ലാസ്റ്റ് മുതൽ അവിടെ അവരവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവഹിതമില്ലാതെ കയറിക്കൂടിയ ബന്ധങ്ങളെ എല്ലാം അവർ വേർപെടുത്താൻ തീരുമാനിച്ചു. നോക്കുക, എത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. സ്തോത്രം. അവർ പ്രമാണം വിട്ട് എടുത്ത ബന്ധങ്ങളെ മുഴുവൻ അവർ ആ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ മടങ്ങി വന്നപ്പോൾ വേർപാട് പാലിപ്പാൻ തീരുമാനിച്ചു. നമുക്കറിയാം, മിസ്രൈമിലേക്ക് പോകരുത്, മിസ്രൈമ്യ ജാതിക്കാരികളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടരുത് എന്ന് കർശന നിയമം കൊടുത്തെടുത്താണ് ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ച ശലോമോൻ 700-ൽ പരം വിവാഹം കഴിപ്പാനും 300-ൽ പരം വെപ്പാട്ടികളും അങ്ങനെ 1000-ഓളം സ്ത്രീകളോടുകൂടി ജീവിച്ച മനുഷ്യനായിരുന്നു ശലോമോൻ. അതോടുകൂടി ഇസ്രായേൽ ജനത്തിന്റെ അധപ്പതനങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. എത്ര ഭയാനകമായ സംഭവങ്ങളാണ്. അതേ, സദൃശ്യവാക്യത്തിൽ തന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ അതേ സഭാപ്രസംഗിലേക്ക് വരുമ്പോൾ കുറെ തന്റെ ഭോഷത്വങ്ങളും പറയുകയാണ്. അന്യജാതിക്കാരത്തികൾ തന്നെ വശീകരിച്ച്
തന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് വലിച്ചു മാറ്റി. ആമേൻ. ആലയം, ഏറ്റവും അതിമനോഹരമായ ദൈവാലയം പണിയിച്ച് അതേ കൈകൊണ്ട് തന്നെ അന്യജാതിക്കാരത്തികൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ എന്തോ പണിയണം, ഞങ്ങളുടെ ദേവനെ അവിടെ സ്തംഭങ്ങൾ പണിയണം, അവിടെ പ്രതിഷ്ഠകൾ വെക്കണം. അങ്ങനെ സ്ത്രീകൾ തന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെയും മോശ മുഖാന്തരം എഴുതിയ ആ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പലതും ഉപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായി. വിത്തൗട്ട് എനി കൺഫ്യൂഷൻ ദൈവവചനത്തിലൂടെ ബോധ്യമായതെല്ലാം അവർ വേർപാട് പാലിപ്പാൻ തീരുമാനിച്ചു. സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്, പ്രമാണമുണ്ട്. എങ്കിൽ മാത്രമേ ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. സ്തോത്രം. ഹല്ലേലൂയ. അവരൊരു പ്രതിഷ്ഠയിലേക്ക് മടങ്ങി വരുമെന്നും ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുമെന്നും അവർ തീരുമാനിച്ചു. 8ന്റെ അവസാനം കാണുന്നത് എന്താണ്? പരിജ്ഞാനം തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും. നോക്കുക, താഴോട്ട് കാണുമ്പോൾ അവർ ദൈവസന്നിധിയിൽ എങ്ങനെയാ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. എന്താണ്? പരിജ്ഞാനത്തോടുകൂടെ, പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന്. അവിടെ പരദൂഷണം പറയുന്നവരെ നല്ല എഴുതിയിരിക്കുന്നത് പരിജ്ഞാനമുള്ള ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദുർഭാഷണം പറയുന്നവരെ നല്ല എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠന്മാരായ ആളുകൾ. സ്തോത്രം. നമ്മുടെ അധരം തുറക്കുന്നത് മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും കൃപയോടുകൂടിയുള്ളതായിരിക്കണം. മറ്റൊരാളുടെ മായിട്ടുള്ള ആ സൗഹൃദം മുറിഞ്ഞു പോകുന്ന സംഭാഷണങ്ങളിലേക്ക് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കരുത്. ഒരുപാട് വാചാലമായി സംസാരിക്കുന്ന ടോക്കറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ സംസാരം കുറയ്ക്കണം. സ്തോത്രം. ചില ആളുകൾ എനിക്ക് വോയിസ് മെസ്സേജ് ഇടും, 6 മിനിറ്റ് 7 മിനിറ്റ്, ഞാൻ കേൾക്കത്ത പോലുമില്ല. കാരണം എൻ്റെ 1 സെക്കൻഡിന് എനിക്ക് വളരെ വിലയാണ്. മാക്സിമം ഒരു 1.5 മിനിറ്റ്, അതിൽ കൂടുതൽ ഞാൻ കേൾക്കത്തില്ല. കാരണം നമുക്ക് ഇത്ര പേരുടെ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ ചുരുക്കമായിരിക്കണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് സമാധാനം നൽകുന്നതും സ്വസ്ഥതയുണ്ടാക്കുന്നതും ആയിരിക്കണം എന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അവിടെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ വളരെ കൃത്യതയോടും വളരെ താഴ്മയോടും വളരെ വിവേകത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആ നെഹെമ്യാവിനെ പോലെ ദർശനമുള്ളവരായി തീരുക, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരുക, ശരിയായ പ്ലാനിങ് ഉള്ളവരായി മാറുക, ശരിയായ നിലയിലെ വിനയമുള്ളവരായി മാറുക, ശരിക്കും പ്രോത്സാഹനം കൊടുക്കുന്നവരായി മാറുക, നീതിയുള്ള ജീവിതം നയിപ്പാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായി മാറുക, പരസ്പരം ടീം വർക്ക് ചെയ്യുന്നതിൽ നല്ല ഉത്സാഹമുള്ളവരായും അതിനുവേണ്ടിയുള്ള കോർഡിനേഷനുള്ളതായ എബിലിറ്റിക്കായും ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുക. ശരിയായതിനു വേണ്ടി മാത്രമേ നാം നിലകൊള്ളാവൂ, ദൈവികമായതിനു വേണ്ടി മാത്രമേ നിൽക്കാവൂ, വിശുദ്ധമായതിനു വേണ്ടി മാത്രമേ നിൽക്കാവൂ, രമ്യമായതിനു വേണ്ടി മാത്രമേ നിങ്ങൾ നിൽക്കാവൂ, ദൈവകൃപയുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ നിൽക്കാവൂ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. താങ്ക് യു മൈ ജീസസ്. ഫാദർ ഗോഡ്, രക്തം ചെയ്യും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാറ്റിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിയോഗമുള്ളവർക്ക് ചിലർക്ക് പ്രാർത്ഥിക്കാം. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അമ്പിളി ശ്രീമോൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു മൈ ജീസസ്. റമാനാദി ശതുരി ഘടകല ഘടക ശശി സാബു ബ്രദറിന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ മിനി മാത്യുവിന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ചല റമാന ദുഷാദന ഘടകദിനി. ഓ നന്ദി കർത്താവേ. അമ്മേ അനിമാമിക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ത്രൈവേഗം പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഞാൻ പേര് പറഞ്ഞവരെ ആർക്ക് വേണമെങ്കിലും വേഗം വേഗം പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതിവാത്സല്യമായി സ്നേഹിക്കുന്ന പ്രിയപിതാവേ, നല്ല ദിവസം ഒരുമിച്ച് അങ്ങേ സ്തുതിക്കാനും അല്ലെങ്കിൽ വചനം കേൾക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ തിരിച്ചു വരുത്താൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പലരെയും അയച്ചപ്പോൾ ഹല്ലേലൂയ പലപ്പോഴും അവർ ഹല്ലേലൂയ പിന്തിരിഞ്ഞു പോയി. എങ്കിലും ആ കരുണയുള്ള കർത്താവ് ഹല്ലേലൂയ അവരെ മടക്കി വരുത്തി ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ ആ ദൈവത്തെയാണല്ലോ കർത്താവെ ഇന്ന് ഞങ്ങൾ പിൻപറ്റുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നെഹമ്യാവിനെ പോലെ നല്ല വിഷൻ ഉള്ളവരായി, ഹല്ലേലൂയ പ്ലാനിങ് ഉള്ളവരായി, ഹല്ലേലൂയ വിനയവും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഉള്ളവരുമാകാനും നീതി ഉള്ള കാര്യങ്ങൾ ചെയ്യുവാനും ധൈര്യം ഉള്ളവരായിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കൃപ തരേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന പ്രിയദാസന് ഹല്ലേലൂയ വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനും ഒക്കെയുള്ള ആരോഗ്യം കൊടുത്തിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന മുന്നോട്ട് കൂടുതൽ ശക്തിയായിട്ട് കർത്താവ് ദാസനെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഇത്രയും നേരം കർത്താവിന്റെ സന്നിധിയിൽ ദേവദാസനോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗം തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അനവധി കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ടതൊക്കെയും കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തില് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവേ നെഹമ്യാവിനെ പോലെ കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ഹല്ലേലൂയ കർത്താവേ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു സ്തോത്രം ചെയ്യുന്ന നാഥാ ഹല്ലേലൂയ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. നെഹമ്യാവിനെ പോലെ വിഷൻ ലഭിച്ച ഒരു നിയോഗപ്രകാരം ജീവിക്കുവാൻ കർത്താവെ, പ്രവർത്തിക്കുവാൻ കർത്താവെ സ്തോത്രം ചെയ്യുന്ന ഒരു പ്ലാൻ പ്രകാരം ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം ചെയ്യുന്ന നാഥാ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ നന്ദി യേശു. അപ്പാ സ്തോത്രം കർത്താവേ. അപ്പാ സ്തോത്രം നീതിയോടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ തക്കവണ്ണം കർത്താവേ. ദൈവമേ സ്തോത്രം. ദൈവത്തിൽ നിന്ന് ധൈര്യമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ കേട്ട ഓരോ വചനവും കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങൾ മൂലം അനേകർ അനുഗ്രഹത്തിലേക്ക് അവിടുതലേക്ക് കർത്താവേ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയനെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ദൈവം കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ കടന്നു വന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്ന നാഥാ ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. സ്വർഗം പ്രവർത്തിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേവദാസിനെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. സ്തോത്രം ആരോഗ്യത്തോടെ ശക്തിയോടെ ആത്മാവിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം കുടുംബമായ അനുഗ്രഹിച്ചാട്ട് നാളെ അത് രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ഞങ്ങൾ കടന്നു വരും വരെയും ഞങ്ങളെ ക്ഷേമത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനിഷ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഹോസ്പിറ്റലാണെന്ന് തോന്നല്ലേ, വർക്കിലാണെന്ന് തോന്നല്ലേ? വർക്കിലാണ്. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ദൈവമേ അടിങ്ങളെ ഓരോരുത്തരെയായി മുഖ്യമായി താഴ്ത്തുന്നതേമേ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ പിതാവേ. അങ്ങയുടെ ഹിതപ്രകാരമാണല്ലോ കർത്താവേ ദൈവമേ. ഹല്ലേലൂയ ദൈവമേ. വചനം കേൾക്കാൻ ഓരോ
ഇത്രയും അങ്ങ് തിരഞ്ഞെടുത്ത പിതാവേ. ഹാലലിയ, അങ്ങയുടെ ആ കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലലിയ, അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ദൈവമേ. ഹാലലിയ, ഞങ്ങളെ ഓരോരുത്തരെയും ഹാലലിയ അങ്ങ് കണ്ടതിനായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ. ഹാലലിയ, ഞങ്ങളുടെ ദാസനിലൂടെ കേൾക്കുന്ന ഓരോ വചനങ്ങളും കർത്താവേ. ഹാലലിയ, ഞങ്ങളെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഹാലലിയ, അങ്ങയുടെ കൃപയല്ലാതെ വേറൊന്നുമില്ലപ്പാ. ഹാലലിയ, അങ്ങയുടെ ദയയിലും കരുണയിലും അങ്ങനെ കർത്താവെ ഓരോ നിമിഷവും ഞങ്ങൾ കഴിയുന്നതപ്പാ. ഹാലലിയ, ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ കർത്താവെ ഹാലലിയ ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. ഹാലലിയ ദൈവമേ, ഹാലലിയ ദൈവമേ, ദൈവദാസനെ കൂടുതൽ അങ്ങ് ശക്തീകരിക്കണമേ കർത്താവെ. ആരോഗ്യം നൽകണമേ കർത്താവെ. അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനങ്ങളെ ഹാലലിയ ഞങ്ങളെ ഉറപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവമേ, നിന്റെ കരങ്ങൾ ചലിക്കണമേ. അങ്ങയുടെ ബലമുള്ള ഭുജം കർത്താവെ ദൈവദാസനോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ആമേ ആമേൻ ആമേൻ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും പണിതെടുക്കുന്നതിനായി സ്തോത്രം. ദൈവനാമ മഹത്വത്തിനായി ഞങ്ങളെ തീർക്കണമേ കർത്താവെ. അങ്ങയുടെ കരത്തിൽ ഉപയോഗിക്കേണ്ട നല്ല ആയുധങ്ങളാക്കി തീർക്കുവാൻ പിതാവേ കൃപയുണ്ടാകണമേ കർത്താവെ. ഹാലലിയ, കുഴിഞ്ഞ ചേറ്റിലും നാശകരമായ മഹാമാരിയിൽ കിടക്കുന്ന ഹാലലിയ ചിലരെ കൂടി കർത്താവിന്റെ രാജ്യത്തിലേക്ക് ഹാലലിയ ഹാലലിയ വലിച്ചു കയറ്റുവാൻ കർത്താവെ അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ പിതാവേ. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന അനുഭവം ഹാലലിയ മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ കർത്താവെ, ജാതികളായിട്ടുള്ളവർ കാണുമ്പോൾ ഹാലലിയ ക്രിസ്തുവിനെ കാണുന്ന അനുഭവം കർത്താവെ, ആ ദൈവ സ്നേഹം അവരിലേക്ക് പകരുവാൻ ഹാലലിയ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ പിതാവേ. തിരുസന്നിധി പൂർണ്ണമായ നിങ്ങളെ വീണ്ടും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് പൂർണ്ണമോ ഓരോരുത്തരെയും പേരുപേരായി താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിലെ എല്ലാം ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഹാലലിയ അപ്പനാക്കി വെച്ചിരിക്കുന്ന ഹാലലിയ ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടെയുള്ള ചിലതിനെയും കർത്താവെ നീലേക്ക് അടുപ്പിക്കുവാൻ കർത്താവെ കൃപയുണ്ടാകണമേ കർത്താവെ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതേ സകലതും ദൈവ നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം കർത്താവെ. ദൈവകൃപയിൽ പൊതിയുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം മാനവും മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. Jesus. Sheila sister. Yes, thank you. Praise God. സ്തോത്രം സ്തോത്രം. നല്ലവണ്ണം വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പച്ചന്റെ പാതയിലായിരിക്കാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി കരയറ്റും കർത്താവേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത് കർത്താവേ. നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ശ്രുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങളായിരിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരോടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നെഹമ്യാവിനെ കർത്താവ് ഞങ്ങളും പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കാൻ തക്കോണം പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സന്തോഷിക്കുന്ന ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആഴമായ ഒരു ദർശനമുള്ളവരായി തീരുവാൻ ഞങ്ങളെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിനയമുള്ളവരായി താഴ്മയുള്ളവരായി യേശോപ്പ ഓരോ ദിവസവും ഓരോ നിമിഷമായിരിക്കാൻ തക്കോണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ സ്തോത്രം ചെയ്യുന്ന നന്ദി കരയറ്റുന്ന കർത്താവ്. ദൈവമേ നിന്റെ പാസ്റ്റർജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആരോഗ്യ സൗഖ്യം ബലം അവിടുന്ന് കൊടുത്ത് കർത്താവ് നിന്റെ മകനെ അവിടുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ്. ദൈവമേ കർത്താവ്, ദൈവമേ ഈ സൂമിലായിരിക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് കൂടെ എന്ന് പരിശുദ്ധാത്മാവെ അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ദൈവത്തിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കണമേ. ആമേൻ. ശൈല സിസ്റ്റർ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണം. കേൾക്കുന്നുണ്ടോ പാസ്റ്റർ? കേൾക്കാം. Heavenly Father, we thank you for this wonderful day, Master. Thank you for giving your word. Thank you for touching our hearts, Abba. Abba, you know us since the day we are, even before we are born in our mother's womb. Abba, you have destined this day, Abba.
You have spoken to us. You have touched each portion of our heart and brain. But help us to know you better and better. But we are just infants only before your sight. Better each one of us today, Abba. Surrender everything. Help us to share our faith with others. Thank you for the privilege you've given us to pray with everybody. Thank you for hearing the word through the pastor. But we surrender and seal this prayer. Help us to meditate in your holy presence. Help us to make just like you, because you made us in your image. But is there anything that needs to be done? Is there anything that needs to be broken? Break, bend us, mold us, so that we become according to thy, the precious name of Jesus. Amen. Amen, 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 amen. Susan, sister, pray. Praise God. Thank you, Jesus. Hallelujah. Sister Susan, praise God. Amen. Senior sister, പ്രാർത്ഥിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല അപ്പച്ച, ഒരു പ്രാവശ്യം കൂടെ എന്റെ വലിയവനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും സ്തുതിപ്പാനും ഏഴയായി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം അത്യുന്നതനാകിയാൽ, സർവശക്തനാകിയാൽ തന്റെ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടപ്പ. ഓ ദൈവമേ, വിളിച്ചപേക്ഷിച്ച നാളിൽ ഞങ്ങൾക്ക് ഉത്തരം അരുളിയിട്ടുണ്ടപ്പ. നിന്റെ കൃപകളെ ഓർത്താൽ, ചെയ്ത നന്മകളെ ഓർത്താൽ എങ്ങനെ നന്ദി പറയാതിരിക്കും? ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മാംസവും ഞങ്ങളുടെ ആത്മാവും എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പ. നിന്നോടുള്ള ദയ, ഞങ്ങളോടുള്ള നിന്റെ ദയ വലുതാണല്ലോ അപ്പ. നീ ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് ഓർത്ത് ജീവനുള്ളോട് ദേശത്തിന്റെ ദൈവത്തെ സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. നീ ആലോചനയിൽ വലിയവനാണല്ലോ കർത്താവെ. നീ സർവശക്തിയുള്ള ദൈവമാണല്ലോ. തന്റെ മക്കളുടെ ഹൃദയങ്ങളെ, ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമാണല്ലോ. നീ ഞങ്ങളെ പണിയുന്ന ദൈവമാണല്ലോ. ഈ 2024 ലാസ്റ്റ് മാസം കർത്താവിനെ ഞങ്ങൾക്ക് ഒന്നിച്ച് സ്തുതിപ്പാൻ, കർത്താവ് പല രാജ്യത്തിൽ നിന്ന്, പല ഇടങ്ങളിൽ നിന്ന്, പല സമയങ്ങളിൽ നിന്ന് എന്റെ ദൈവത്തെ സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുകയാണപ്പ. ഓ, സ്തോത്രത്തിനും സ്തുതിക്കും മഹത്വത്തിനും യോഗ്യൻ എന്റെ യേശുവാണ്. ഓ ഹല്ലേലൂയ. കണ്ണുനീർ തൂകിയപ്പോ മനസ്സലിഞ്ഞ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയ കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഓ സർവശക്തന്റെ വാക്കുകള്, അവന്റെ വചനങ്ങൾ ഞങ്ങളെ ജീവിപ്പിക്കുന്നതിനാൽ സ്തോത്രം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിലയ്ക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുന്നു. നീ ഞങ്ങളുടെ തലമുറയായുള്ള ഞങ്ങളുടെ സങ്കേതമാണ്. ഓ ഹല്ലേലൂയ. ഭൂമി ഉണ്ടായതിനു മുമ്പേ ഓ ഞങ്ങളെ അറിഞ്ഞ കർത്താവേ, പേർ ചൊല്ലി വിളിച്ച കർത്താവേ, നിന്റെ നാമത്തിനു വേണ്ടി ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നീ തന്നിരിക്കുന്ന വേലകൾ വിശ്വസ്തയോട് ചെയ്യുവാൻ ആവശ്യമായ അഭിഷേകം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ദർശനം തരണമേ, വെളിപ്പാട് തരണമേ, സ്വപ്നത്തിൽ കൂടി സംസാരിക്കണമേ. നിന്റെ ഇമ്പശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് അടികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നെഹമ്യാവിന്റെ ജീവിതത്തില് അവന് കൊടുത്ത ദർശനം മുഖാന്തരം ഓ യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, ദേശത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. ദൈവ മക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നിനക്ക് വേണ്ടി ഓ ശക്തമായി നിൽക്കുവാൻ, നിന്റെ കർത്താവെ മഹിമ കണ്ട സാക്ഷികളായി ഓടുവാൻ ഞങ്ങൾക്ക് കൃപ തരേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ. നിന്റെ ദാസനായി സ്തോത്രം. പ്രിയമകനെ കൂടി ചെയ്തെടുക്കുന്ന വേലയ്ക്കായി സ്തോത്രം. അത് എത്രയോ പേരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അധികമായി ബലപ്പെടുത്തണമേ, പുതുകൃപകളാൽ നിറയ്ക്കണമേ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ, പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. വരും കാലങ്ങളിൽ കർത്താവെ അല്ലെങ്കിൽ അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ നിന്റെ മകനെ കൃപ കൊണ്ട് നിറയ്ക്കേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് ബലം കൊടുക്കണമേ കർത്താവെ. ശാരീരികവും ആത്മീയവും ബോധ്യമായി എല്ലാ വിഷയത്തിന്മേലും ദൈവം മറുപടി കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. തലമുറകളെ അനുഗ്രഹിക്കണം, കുടുംബ
ഭവനത്തെ അനുഗ്രഹിക്കണം, ശുശ്രൂഷ മാനിക്കണം. തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാ ജനങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹിച്ചാട്ട് കൃപ കൊണ്ട് മറിച്ചാട്ട്. ഇനി കാണും വരെയും ക്രിസ്തുവിന്റെ മറവിൽ ഞങ്ങളെ മറിച്ചാട്ടെ. പ്രാർത്ഥനയെ പറ്റും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. Amen. Jesus. Thank you, Lord. Thank you, Lord. Thank you, Jesus. സുബ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. Jesus. Thank you, Lord. Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവെ കൂടി വരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. ഞങ്ങൾ വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ കേട്ട വചനം കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, വേല വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചവരെ തന്നെ കർത്താവെ അങ്ങ് വേലയ്ക്ക് അയച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ പഠിക്കുന്നതെല്ലാം അനേകരുടെ ജീവിതത്തിലേക്ക് പകരുവാൻ തക്കവണ്ണം ഞങ്ങൾ കേൾക്കുന്ന ഓരോ ലെസൺസും പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വേലയ്ക്കായിട്ട് അങ്ങ് ഒരുക്കണമേ കർത്താവെ. ഏതുദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഈ ഭൂമിയിലാക്കി വെച്ചു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് വൃത്തിയാകുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, നെഹമ്യാവിനെ പോലെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, അദ്ദേഹത്തെ പോലെ പരിജ്ഞാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം ഞങ്ങളിൽ തന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങയുടെ പരിജ്ഞാനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ കർത്താവെ. അനേക വിശുദ്ധന്മാരോടുകൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശം, അതിന്റെ മഹിമാധനം എന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ പലപ്പോഴും ഭയപ്പെട്ട് പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇടവരാതെ കർത്താവെ, അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ട് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഏത് ഉദ്ദേശത്തിൽ ഓരോരോ ജോലി സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നു അതെല്ലാം നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ ഇടവരണമേ കർത്താവെ. ലിതിയോട് സംസാരിച്ചപ്പോൾ ഹൃദയം തുറന്നതുപോലെ കർത്താവെ, ആളുകളുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ കർത്താവെ. അടുത്തറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഏകസത്യതയുമായ പിതാവിനെയും നയിച്ചവനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന വചനം പറയുമ്പോൾ കർത്താവെ, അങ്ങേ അറിയുന്നവൻ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ അനുദിനം കേൾക്കുന്ന ഈ ദൈവവചനത്തിനായിട്ട് സ്തുതിക്കുന്നു. അപ്പൊ അങ്ങ് അയക്കുന്ന വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങിപ്പോകയില്ലല്ലോ കർത്താവ്. ഏത് ഉദ്ദേശത്തോടുകൂടി അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു വീഴുന്നുവോ അതങ്ങ് സാധിപ്പിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം കർത്താവ് ഞങ്ങളെ സൽപ്രവർത്തികൾക്കായിട്ട് അങ്ങനെ വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. അത് ഞങ്ങളിൽ പൂർത്തിയാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങയുടെ സമാധാനവും സ്വസ്ഥതയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പ്രത്യേകാൽ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ കൊടുത്തിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ധാരാളമായി അങ്ങയുടെ കൃപയിലും ബലത്തിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അങ്ങ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ. അങ്ങയുടെ സമാധാനവും സ്വസ്ഥതയും നിറയുവാൻ ഇടവരണമേ കർത്താവെ. അങ്ങേ അറിയുവാൻ തക്കവണ്ണം ആ ഭവനങ്ങളിലുള്ള എല്ലാവരെയും അങ്ങ് ഇടവരുത്തണമേ കർത്താവെ. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും കുടുംബത്തിൽ രക്ഷയിലേക്ക് എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, ഓരോരുത്തരുടെയും അങ്ങ് ഞങ്ങളുടെ സന്താനങ്ങളെ അങ്ങയുടെ അനുഗ്രഹത്തെ അയക്കണമേ കർത്താവെ. ഞങ്ങളുടെ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ കർത്താവെ. കർത്താവെ, അവർ പുല്ലിന്റെ ഇടയിൽ വളരുന്ന അലരികൾ പോലെ കർത്താവെ, ഈ ഭൂമിയിൽ അവിടെ എവിടെയായിരുന്നാലും കർത്താവെ അവരെ അങ്ങേ അറിയുന്ന പൈതങ്ങളായിട്ട് കർത്താവെ വേറിട്ട് നിൽക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങയുടെ രക്തത്താൽ അവരെ കവർ ചെയ്ത് പ്രാർത്ഥിക്കണമേ. അവർക്ക് ചുറ്റും അങ്ങ് തീമതിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളായിട്ട് ഈ ലോകത്തിനും കർത്താവെ ദൈവരാജ്യത്തിനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായിട്ട് അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവരുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ കേട്ട് മറക്കുന്നവരായിട്ടല്ല, കേട്ടത് ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുന്നവരായിട്ട് തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നല്ല കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനശ്വനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാബു ബ്രദർ ആശീർവാദം പറഞ്ഞാട്ടെ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും അങ്ങനെ എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും കർത്താവ് അനുവദിച്ചാൽ കാണാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് സംബന്ധിക്കാതെ ഇതിനെ അനുഗ്രഹിക്കട്ടെ. അനിഷ, സംതിങ് യു വാണ്ട് ടു സേ? ഞാൻ കാര്യം പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കുറെ ദിവസം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു പ്രാർത്ഥിക്കാന്. ഇപ്പൊ പാസ്റ്റർ ഒരുപാട് എന്റെ പേര് പറഞ്ഞു. ഞാനപ്പം ദൈവത്തോട് പറഞ്ഞു, ദൈവഹിതമെങ്കില് പാസ്റ്റർ എന്റെ പേര് പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടും, ആ ഒരു കസ്റ്റമറും കയറി വരില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആ സെക്കൻഡിൽ തന്നെ പാസ്റ്റർ പറഞ്ഞു. എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൈവം നമ്മുടെ മനസ്സിനെ കാണുന്ന ദൈവമാകിയ സ്തോത്രം. ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമാകിയ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് കുറവുണ്ട്. ഇപ്പം ഒരു ചെറിയ ശ്വാസമുട്ടലുണ്ടെങ്കിലും കുറവുണ്ട്. കർഷന്റെ വചനമൊക്കെ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ്. രാവിലെ കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ വൈകിട്ടാ കേറുന്നേ. ഞാൻ ബ്യൂട്ടി പാർലറിലാണ് ജോലി ചെയ്യുന്നത്. അതാണ് എപ്പോഴും കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുക. അതാണ് സോറി. അതാ ഇടയ്ക്ക് ആദ്യം ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കയറാൻ പറ്റാൻ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ സൗദി അറേബ്യയില്. ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ പാസ്റ്ററെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ഒരു മോന്റെ ജോലിയുടെ ആവശ്യം അവനിപ്പോ നാട്ടില് വിസിറ്റിംഗ് വിസ വന്നു, ശരിയായില്ല. എന്നിട്ട് ഇപ്പം അല്ലാത്ത വിസ എടുത്ത് പോയിട്ടുണ്ട്. ഞായറാഴ്ച ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. അതുപോലെ നല്ലൊരു ജോലി ദൈവം കരുതണം. 6 മാസം വിസിറ്റിംഗ് നിന്നായിരുന്നു. ഹൃദയത്തിന്റെ ചെറിയ നിരൂപണം പോലും കർത്താവ് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നല്ലേ. സിസ്റ്റർ സുബ, നിങ്ങളെല്ലാം ക്ഷേമമായിരിക്കുന്നല്ലോ? സർവശക്തൻ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിൽ സീ യു ഇൻ ദ മോർണിംഗ്. ഗോഡ് ബ്ലെസ് യു.